ഇസ്രായേൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളും ഇപ്പോൾ ചൂടുപിടിച്ചു വരികയാണ്. നെതന്യാഹു തോൽക്കുമോ എന്ന ഭയം പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. അത് നെതന്യാഹുവിനും ഉണ്ട് എന്നാണ് ചില അന്താരാഷ്ട്ര വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ഈ വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇസ്രായേൽ തെരഞ്ഞെടുപ്പിൽ നെതന്യാഹു തോൽക്കണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടോ? കാരണം നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ മുൻപ് ട്രംപിനോട് 4 തവണ ചോദിച്ചപ്പോഴും അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. നേരത്തെ നെതന്യാഹുവിന് വേണ്ടി വാദിച്ചിരുന്ന ട്രംപ് ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാനമന്ത്രി നെതന്യാഹുവിന് പരസ്യമായ പിന്തുണ നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുമുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, നെതന്യാഹുവിൻ്റെ പാർട്ടി പരാജയപ്പെടുമെന്നാണ് ഇസ്രായേലിലെ അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. നെതന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ സഖ്യത്തിന് 49 മുതൽ 53 വരെ സീറ്റുകളാണ് അവിടുത്തെ സർവേകൾ പ്രവചിക്കുന്നത്. ഇസ്രായേലിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് 67 മുതൽ 70 വരെ സീറ്റുകളും പ്രവചിക്കുന്നുണ്ട്. നിലവിൽ 68 സീറ്റുകളുടെ പിന്തുണയിലാണ് നെതന്യാഹു ഭരിക്കുന്നത്. സർക്കാർ രൂപീകരിക്കാൻ 61 സീറ്റുകളാണ് വേണ്ടത്. അപ്പോൾ ഇസ്രായേലിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളും നയതന്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുമാണോ ട്രംപ് പരസ്യമായി നെതന്യാഹുവിനെ പിന്തുണയ്ക്കാത്തതിന് കാരണം? യഥാർത്ഥത്തിൽ എല്ലാ കണ്ണുകളും ഒക്ടോബർ മാസം 27-ാം തീയതി നടക്കുന്ന നെസറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിലാണ്. അതാണ് ഇസ്രായേലിൻ്റെ പാർലമെൻറ്റ്. ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി സൃഷ്ടിക്കപ്പെടേണ്ടത്. നമുക്കറിയാമല്ലോ, ഇസ്രായേലി പാർലമെൻറ്റ് ഒരു 120 അംഗങ്ങളുള്ള ഒരു നിയമനിർമ്മാണ സഭയാണ്. അത് ഇന്ത്യയിലുള്ളതുപോലെയല്ല, പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. ഇന്ത്യയിലാണെങ്കിൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് വിത്ത് എ സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി വിത്ത് നോ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. ഇസ്രായേൽ അങ്ങനെയല്ല. 120 അംഗ നെസറ്റിനെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ട് ലിസ്റ്റ് സമ്പ്രദായം അനുസരിച്ച് പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അനുസരിച്ചാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് പ്രധാനപ്പെട്ട പാർട്ടികൾ, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പാർട്ടിയായ ലിക്കുഡ് പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചാലും കൊലീഷനായി മത്സരിച്ചാലും ശരി, കൊലീഷനാണെങ്കിൽ അങ്ങനെ, ഒറ്റയ്ക്കെങ്കിൽ അങ്ങനെ, പാർട്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഒരു ലിസ്റ്റാക്കി അങ്ങോട്ട് അവതരിപ്പിക്കും. ആ ലിസ്റ്റിനാണ് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. ആ ലിസ്റ്റിലെ മുകൾ ഭാഗത്തുള്ള പേരുകൾ ആദ്യം പരിഗണിക്കപ്പെടും. എത്ര ശതമാനം പോപ്പുലർ വോട്ടാണോ കിട്ടുന്നത്, ആ പാർട്ടി ലിസ്റ്റിന് അനുകൂലമായി എത്ര ശതമാനം പോപ്പുലർ വോട്ടാണോ അതിന് ആനുപാതികമായ സീറ്റുകൾ ആ ലിസ്റ്റിൽ നിന്നും ആ പാർട്ടി കിട്ടും. ഇനി ആ പാർട്ടിയുടെ ഒരു ചിത്രത്തിലേക്ക് നോക്കാം. ഇസ്രായേൽ തിരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട പാർട്ടി ലിക്വിഡ് പാർട്ടിയാണ്. ഇത്രയും കാലം ഒരിക്കൽ പോലും ലിക്വിഡ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചിട്ടുമില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പാർട്ടിയാണ്. ആ ലിക്വിഡ് പാർട്ടി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളിൽ ലേശം പിന്നാട്ട് പോയിരിക്കുന്നു. ലിക്വിഡ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ആവശ്യമായ മാജിക് നമ്പർ അത് 61 സീറ്റാണ്. ഇപ്പോൾ 71 സീറ്റുണ്ട്. അത് മുന്നണിയായി ലിക്വിഡ് പാർട്ടിക്ക് മാത്രം ഭൂരിപക്ഷമില്ല, തീവ്ര റാഡിക്കൽ വലത്ത് കക്ഷികളെ, അതായത് സയനിസ്റ്റ് കക്ഷികളെ കൂടി എടുത്തുകൊണ്ട്, തീവ്ര വികാരമുള്ള ചില നേതാക്കളെ കൂടി തൻ്റെ ചേർത്തുകൊണ്ടാണ് ഒരു റൈറ്റ് വിങ് ഗവൺമെൻറ് എന്ന നിലയിലാണ് ഇസ്രായേലിൻ്റെ ഭരണകൂടം ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ശക്തമായ ഓപ്പോസിഷൻ ഇപ്പോൾ വന്നിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പാർട്ടിയേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ കിട്ടാൻ സാധ്യതയുള്ളതായി പറയപ്പെടുന്ന പാർട്ടി, ഒരു പുതിയതായി രൂപീകരിക്കപ്പെടുന്ന പാർട്ടി, യാഷർ പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പാർട്ടിയുടെ നേതാവ് എയ്സൻകോട്ട് ആണ്. എയ്സൻകോട്ടാണ് റേസിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രതിയോഗിയായി ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് എയ്സൻകോട്ടാണ്. അപ്പം അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ 61 എന്ന മാജിക് നമ്പറിൽ എത്താൻ കഴിയില്ല. 52 53 സീറ്റുകൾ ലഭിക്കാം. അഭിപ്രായ വോട്ടുകൾ അനുസരിച്ച് നെതന്യാഹുവിൻ്റെ പാർട്ടിക്കും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന കക്ഷികൾക്കും ചേർത്തുകൊണ്ട് 50-ൽ താഴെ മാത്രമേ ലഭിക്കാനുള്ളൂ. പിന്നീട് അറബ് പാർട്ടികളുണ്ട്. അറബ് പാർട്ടികൾ ഒരുപക്ഷെ ബെഞ്ചമിൻ നെതന്യാഹുവിന് പിന്തുണ നടക്കാനുള്ള സാധ്യത കുറവാണ്. ഒരു 10 സീറ്റോളം ലഭിക്കാൻ സാധ്യതയുണ്ട്. അറബി പാർട്ടികൾ, അറബി സമൂഹത്തിൻ്റെ ഒരു വോട്ട് ബാങ്ക്, ആ രീതിയിൽ അവരുടെ ലിസ്റ്റ്, അവർ കൊണ്ടുവരുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റിന് അനുകൂലമായി വോട്ട് ചെയ്താലും ഒരു 10 സീറ്റുകൾ. പക്ഷേ എങ്ങനെ വന്നാലും 61 സീറ്റുകൾ ഇപ്പോഴത്തെ നിലയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് തികച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മാസം സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ
നാടകീയമായ നീക്കങ്ങളിലൂടെ തൻ്റെ പാർട്ടിക്കും മുന്നണിക്കും ഭൂരിപക്ഷം ലഭിക്കുകയും അങ്ങനെ താൻ തുടർഭരണത്തിലെത്തുകയും ചെയ്യുമെന്ന മനപ്പായസം ഉണ്ടുകയാണ് ശ്രീ ബെഞ്ചമിൻ നെതന്യാഹു. പ്രതിപക്ഷം ഒറ്റ പാർട്ടിയല്ല എന്ന് ഓർക്കണം. പുതിയതായി രൂപീകരിച്ച മറ്റൊരു സഖ്യവുമുണ്ട്, ടുഗെദർ എന്ന് പറയുന്ന ഒരു സഖ്യമുണ്ട്. ഇപ്പോൾ മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന 2 പേരാണ് യായിർ ലാപ്പിഡും മറ്റൊരു ആളും നഫ്താലി ബെന്നറ്റും എല്ലാം ചേർന്ന് നയിക്കുന്ന ഒരു സഖ്യമുണ്ട്. ആ സഖ്യത്തിനും 10-15 സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നഫ്താലി ബെന്നറ്റ് മുൻപ് പ്രധാനമന്ത്രിയായിരുന്ന ആളാണ്. യായിർ ലാപ്പിഡ് പ്രധാനമന്ത്രി പദം കാക്ഷിക്കുന്നയാളാണ്. ഒരാൾ സെൻട്രിസ്റ്റ് ഫോഴ്സാണ്, ഒരാൾ ഒരു ഫാർ റൈറ്റ് നിലപാടാണ്, പക്ഷേ പ്രായോഗികവാദി കൂടിയാണ്. അപ്പോൾ ഏതാണ്ട് മധ്യപക്ഷത്ത് നിൽക്കുന്ന കക്ഷിയാണ് നേരത്തെ സൂചിപ്പിച്ച ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കക്ഷി. അപ്പം ഈ കക്ഷികളെല്ലാം ചേർന്നൊരു ബഹുകക്ഷി സമ്പ്രദായത്തിലാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആരായിരിക്കും പ്രധാനമന്ത്രി എന്ന് ഇപ്പോഴും നിശ്ചയിക്കാനാവില്ല. ഇനിയാണ് എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഇത്രയും പശ്ചാത്തലമില്ലാതെ നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഈ അകത്തളങ്ങളിലേക്ക് കടക്കാനാവില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ബെഞ്ചമിൻ നെതന്യാഹുവിനെ മടുത്തുവോ? കൃത്യമായി എങ്ങനെ പറയാനാവില്ല, ചോദ്യമാണ്. മടുത്തിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ബെഞ്ചമിൻ നെതന്യാഹു നയിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ഒരു രീതിയിലും പൂർണ്ണമായി ട്രംപിന് വഴങ്ങുന്നില്ല. ട്രംപ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഗാസ പീസ് പ്ലാൻ ഉൾപ്പെടെ, ബോർഡ് ഓഫ് പീസ് ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബെഞ്ചമിൻ നെതന്യാഹു അവിടെ ഇരുന്നാൽ സാധിക്കില്ല. ഇതാണ് ഇപ്പോൾ ഏകദേശം അമേരിക്കൻ ഒരു ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസിൻ്റെ ഒരു ചിന്ത എങ്ങനെയാണ് പോകുന്നത്. പക്ഷേ വേറൊരാൾ വന്നാൽ ഇത്രത്തോളമെങ്കിലും അമേരിക്കയെ അംഗീകരിക്കുമോ അറിയില്ല. അത് വറചട്ടിയിൽ നിന്നും എരുതിയിലേക്ക് മാറുന്നത് എങ്ങനെ, ആ ചോദ്യവും ട്രംപിനെ വല്ലാതെ മതിക്കുന്നുണ്ട്. അതുകൊണ്ട് എ നോൺ ഡെവിൾ ഈസ് ബെറ്റർ ദാൻ ആൻ അൺനോൺ ഏഞ്ചൽ എന്ന പ്രമാണം അനുസരിച്ച് ഒരുപക്ഷെ നെതന്യാഹു ആണെങ്കിൽ ഇത്രയിടം വരെ പോകൂ, അല്ലെങ്കിൽ ഇത്രയിടം വരെ പോകുമെന്ന് മുൻകൂട്ടി അറിയാം. പുതിയൊരാൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നാൽ എന്തായിരിക്കുമെന്നറിയില്ല. അത് മാത്രമല്ല, ഒരുപക്ഷെ ബെഞ്ചമിൻ നെതന്യാഹുവിനേക്കാൾ കൂടുതൽ തീവ്ര വികാരമുള്ള ഒരാൾ വന്നുകൂടായികയില്ല. കാരണം ഈ റാഡിക്കൽ സയനിസ്റ്റ് ഫോഴ്സസിൻ്റെ പിന്തുണ ഇല്ലാതെ ഒരുപക്ഷെ 61 എന്ന മാജിക് നമ്പറിലേക്ക് എത്തി നിൽക്കാൻ ബുദ്ധിമുട്ട് വന്നേക്കാം. ഇത് തെരഞ്ഞെടുപ്പാണ്, ഇത് അധികാരത്തിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ ഗാസ പീസ് പ്ലാനിൽ ഇപ്പോഴുള്ള പുരോഗതി പോലും ഒരുപക്ഷെ നടത്താതെയാകും. എന്തായാലും ഇസ്രായേലിലെ തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചരണ വിഷയങ്ങൾ താഴെ പറയുന്നവയൊക്കെയാണ്. ഒന്ന്, ഗാസ പീസ് പ്ലാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഒരു കക്ഷിയും ട്രംപിൻ്റെ ആ പീസ് പ്ലാനിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. ഇസ്രയേലി സേനകൾ ഗാസയുടെ മണ്ണിൽ നിന്നും 60% കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അവിടുന്ന് പിന്മാറും എന്ന് പറയാൻ ഒരു കക്ഷിയും തയ്യാറല്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ ഇസ്രയേലിനുള്ളിൽ വോട്ട് കിട്ടാനുള്ള സാധ്യത മങ്ങും എന്നതുകൊണ്ടാണ്. അപ്പോൾ ആര് വന്നാലും കാര്യമായ മാറ്റം അക്കാര്യത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. 2, വെസ്റ്റ് ബാങ്കിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഇസ്രായേലി സെറ്റിൽമെൻറ്റ്സ്, ജൂയിഷ് സെറ്റിൽമെൻറ്റ്സ് ഇൻ വെസ്റ്റ് ബാങ്ക് ടെറിട്ടറി, അതേക്കുറിച്ചും നിർണായകമായ വെളിപ്പെടുത്തലുകൾ, നിർണായകമായ ഒരു മാറിച്ചിന്തിരിക്കലുകൾ. ഇനി ഞങ്ങൾ കൂടുതലായി ഭൂമി അതിക്രമിച്ച് കയറില്ല, കിബുട്സുകളിൽ കൂടുതൽ വ്യാപനം നടത്തില്ല എന്ന് പറയാനും ഇസ്രായേലിൽ ഒരു കക്ഷിയും തയ്യാറാവുന്നില്ല. ഇറാനോടുള്ള സമീപനമാണ് മറ്റൊന്ന്. ഒരു കക്ഷിയും പറയുന്നില്ല ഇറാന് എതിരെയുള്ള യുദ്ധം നിർത്തിവെക്കണമെന്നും യുദ്ധം അനാവശ്യമായിരുന്നുവെന്നും പറയുന്നില്ല. കൂടുതൽ തീവ്രതയോടെ യുദ്ധം നടത്തണം എന്ന് പറയുന്ന റൈറ്റ് വിങ് ഫോഴ്സസ് എന്ന് തന്നെയാവും ഒരുപക്ഷെ മേൽക്കൈ. അതുകൊണ്ട് സെൻട്രിസ്റ്റായ ഒരു പ്രധാനമന്ത്രി വന്നാലും ശരി, ആ പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കുന്നത് തീവ്ര വലതുപക്ഷ വികാരമുള്ള പാർട്ടികളാണ് എങ്കിൽ കാര്യമായ മാറ്റം പ്രതീക്ഷിക്കാനില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്ന ഒരു നയം, ഒരു പോളിസി. ഞാൻ ഡീൽ ചെയ്യുന്നത് ഇസ്രയേലുമായിട്ടാണ്. ഇസ്രയേലിൻ്റെ ഒരു താല്പര്യങ്ങൾ അമേരിക്കയിൽ സംരക്ഷിക്കപ്പെടണം. അത് മറ്റൊരു കാരണത്താലാണ്. കാരണം ജൂയിഷ് ലോബിയുടെ ഒരു പ്രവർത്തനം. കാരണം അമേരിക്കയിൽ പല സെനറ്റർമാരും അധികാരത്തിലെത്തുന്നത് ജൂയിഷ് ലോബി കൈയച്ച് നൽകുന്ന രാഷ്ട്രീയ സംഭാവനകൾ കൊണ്ടാണ്. അപ്പം ആരുടെ താല്പര്യമാണ് സെനറ്റർമാർ, ഹൗസിലെ ആളുകൾ, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലെ MP-മാർ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്? അത് കൂടുതലും ഇസ്രയേലിൻ്റെ താല്പര്യമാകും സംരക്ഷിക്കുക. അതേസമയം ഇന്ത്യ അനുകൂല ലോബിയുണ്ട്, ഇവിടെ പാകിസ്ഥാൻ അനുകൂല ലോബിയുണ്ട്, അതുപോലെ അറബ് അനുകൂല ലോബിയുണ്ട്. ഓരോ രാജ്യത്തിനും അവരുടേതായ രീതിയിൽ പ്ലാന്റ് ചെയ്യപ്പെട്ട സെനറ്റർമാരുണ്ട് എന്നതും വിസ്മരിക്കുന്നില്ല. ആ രീതിയിലാണ് ലോബിയിങ്ങിലൂടെയാണ് സെനറ്റർമാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഹൗസിലെ അംഗങ്ങളുടെ ഇടയിൽ നടക്കുന്ന
വലിയ രീതിയിലുള്ള ലോബിയിങ്, അത് ഇൻഡസ്ട്രി ലോബീസ് വരും, കൾച്ചറൽ ലോബീസ് വരും, രാജ്യങ്ങൾ തന്നെ ലോബിയിങ്ങിൽ ശ്രമിക്കുന്നു. അമേരിക്കയെ കൊണ്ട് തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുപ്പിക്കാനുള്ള ലോബിയിങ് അത് തകൃതിയായി നടക്കും. ഇതെല്ലാം പരിഗണിച്ച് വരുമ്പോൾ അമേരിക്കയ്ക്ക് മൊത്തത്തിൽ ഇസ്രയേലിനോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ഓർ അനദർ പേഴ്സൺ, നോ ഡിഫറൻസ്. അതുകൊണ്ട് ഇസ്രയേലിനോടുള്ള നയം അമേരിക്ക തീരുമാനിക്കേണ്ട നയമാണ്. ഒരു വ്യക്തിയോടുള്ള, ബെഞ്ചമിൻ നെതന്യാഹു എന്ന വ്യക്തി ആണോ മറ്റൊരാളാണോ എന്നതല്ല വിഷയം. രാജ്യം ഇസ്രയേലാണ്. ഇസ്രയേലിൻ്റെ രാജ്യത്തിൽ പലതരം പാർട്ടികളുണ്ട്. എല്ലാവരും തമ്മിൽ ഒരുപാട് മൂപ്പിളമ തർക്കങ്ങളുണ്ട്, ആഭ്യന്തരമായ വൈരുദ്ധ്യങ്ങളുണ്ട്, പരസ്പരം കടിച്ചു കീറും. പലരും വിചാരിക്കുന്നത് ഇസ്രയേൽ ഒരു ഏകാധിപത്യ രാജ്യമാണ്. അവരുടെ നടപടികൾ അങ്ങനെ തോന്നാമെങ്കിലും ഇസ്രയേലിനുള്ളിൽ ജൂത സമൂഹത്തിനിടയിൽ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സുണ്ട്. അത് നിഷേധിക്കാനാവില്ലല്ലോ. ചില സത്യങ്ങൾ സത്യമായിട്ട് തന്നെ നമ്മൾ കരുതണം. അല്ലാതെ ഒരുപക്ഷെ ഇസ്രായേൽ വിരുദ്ധത മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് ഇസ്രായേൽ ഒരു ഏകാധിപത്യ രാജ്യമാണ് എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി ശരിയല്ല. ഇസ്രായേലിൻ്റെ നടപടികൾ പലപ്പോഴും, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നടപടികൾ പലപ്പോഴും ഏകപക്ഷീയമാണ്. അത് ദേശീയ സ്പിരിറ്റിനെ പൂർണ്ണമായി ഉൾക്കൊള്ളണമെന്നില്ല. ആ അർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ സ്പിരിറ്റിനെ അനുകൂലിക്കുന്നതാവണമെന്നില്ല തീരുമാനങ്ങൾ. അതുമാത്രമേ പറയാനാവൂ. പക്ഷേ തിരഞ്ഞെടുപ്പ് നീതിപൂർവമാണ്. തിരഞ്ഞെടുപ്പിൽ മറ്റു പരിഗണനകളൊന്നുമില്ല. ഇസ്രയേലി ജനതയ്ക്ക് വേണമെങ്കിൽ സ്ഥിരബുദ്ധിയുള്ള ഒരാളെ, മിതവാദിയായ ഒരാളെ, റാഡിക്കൽ വിഭാഗങ്ങളെ കൂടി മിതവാദികളാക്കി മാറ്റാൻ കഴിയുന്ന, പാലസ്തീൻ കോസ് ആത്യന്തികമായി അംഗീകരിക്കപ്പെടണമെന്ന യാഥാർത്ഥ്യ ബോധമുള്ള ഒരാളെ തലപ്പത്തേക്ക് കൊണ്ടുവരികയും പാലസ്തീൻ വിഷയത്തിൽ പരിഹാരമുണ്ടായെങ്കിൽ മാത്രമേ ഭയാശങ്കകളില്ലാതെ ഇസ്രയേലിലെ ജൂത ജനതയ്ക്ക് മുന്നോട്ട് പോകാനാവൂ എന്ന തിരിച്ചറിവുള്ള ഏതെങ്കിലും ഒരു നേതാവാണ് അഭികാമ്യം. പക്ഷേ ആ രീതിയിലേക്ക് ഇസ്രയേലിൻ്റെ മൈൻഡ് സെറ്റ് വളർന്നോ എന്നറിയില്ല. കാരണം ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷ ജനതയുടെ ഹിതമാണ് അവിടെ നമ്പറിൻ്റെ രൂപത്തിൽ പാർലമെൻറ്റായ നെസറ്റിൽ ഇതൾ വിരിക. അതുകൊണ്ട് മേ ദി ബെസ്റ്റ് പേഴ്സൺ ലീഡ് ഇസ്രയേൽ ആൻഡ് ലെറ്റ് us hope against hope that there will be peace with the new administration. പുതിയ ഭരണകൂടം വരുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ഇതിലുള്ള പ്രതീക്ഷകളുണ്ട്. ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ പോരല്ലോ. യുദ്ധം നീണ്ടുപോകുന്നത് ഒരുപക്ഷെ ബെഞ്ചമിൻ നെതന്യാഹു എന്ന വ്യക്തി ഒരു ബാധ്യതയാണ്. കാരണം അദ്ദേഹത്തിന് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ, സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ക്രമക്കേടുകൾ, ചട്ടവിരുദ്ധമായി നടത്തിയ ചില നീക്കങ്ങൾ, ഇതെല്ലാം തന്നെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരും ബെഞ്ചമിൻ നെതന്യാഹുവിന്. അതുകൊണ്ട് അധികാരം വിട്ടൊഴിയാൻ അദ്ദേഹം ഇപ്പോൾ ലേശം വിമുഖത കാട്ടുന്നു. ഇനിയുള്ള 27 വരെ, ഒക്ടോബർ മാസം 27 വരെയുള്ള ഒരു മാസക്കാലത്ത് നാടകീയമായ ചില നീക്കങ്ങളെങ്കിലും ഇസ്രയേൽ നടത്താനുള്ള സാധ്യതയുണ്ട്. ഒരു ലാസ്റ്റ് ഡിച്ച് അറ്റംപ്റ്റ് എന്ന നിലയിൽ നെതന്യാഹു ഏതെങ്കിലും കടുങ്കൈ ചെയ്തേക്കുമോ എന്ന ആശങ്ക നിലനിർത്തുന്നു. അങ്ങനെ ചെയ്താൽ ഇറാന് മേലൊരു മേധാവിത്വം പുലർത്തുന്നു എന്ന് ഇസ്രയേലി ജനതയ്ക്ക് തോന്നിയാലല്ലാതെ ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ചധികാരത്തിൽ വരാൻ ഒരു സാധ്യതയുമില്ല. അമേരിക്കയ്ക്ക് ഇസ്രയേലിലെ അധികാര ഘടനയെ ആ രീതിയിൽ നിയന്ത്രിച്ച് നിർത്താനും ആവില്ല. അത് മാത്രമല്ല, അമേരിക്കയിലെ ഇസ്രായേൽ ജനതയുണ്ടല്ലോ, 70 ലക്ഷത്തോളം ജൂതന്മാരാണ് ഇസ്രായേലിനുള്ളിലുള്ളത്. ഏതാണ്ട് അത്രയും തന്നെ ജൂതന്മാർ അമേരിക്കയ്ക്കുള്ളിലുമുണ്ട്. അവർക്കങ്ങനെ ഇന്ന വ്യക്തിയാകണമെന്നില്ല. ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ, ജൂത സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ ആഗോളതലത്തിൽ സംരക്ഷിക്കപ്പെടണം എന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവരും തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ പാർട്ടിക്കോ അനുകൂലമായി മാത്രം ഇടപെടാനുള്ള സാധ്യത കാണുന്നില്ല. അതുകൊണ്ട് സുതാര്യമായ തിരഞ്ഞെടുപ്പ് നടക്കും. പക്ഷേ അതിൻ്റെ ഫലം എന്താവും എന്നതിനെക്കുറിച്ച് യാതൊരു നിശ്ചയവുമില്ല. ഞാൻ വീണ്ടും പറയുന്നു, സ്ഥിരബുദ്ധിയുള്ള, സ്വബോധമുള്ള, റാഷണലായി ചിന്തിക്കാൻ കഴിയുന്ന, തർക്കങ്ങൾ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ മാനസികമായി തയ്യാറെടുക്കുന്ന ഒരാളാവട്ടെ ഇസ്രയേലിൻ്റെ പുതിയ പ്രധാനമന്ത്രി. ട്രംപ് അദ്ദേഹവുമായി ചേർന്ന് പ്രവർത്തിക്കട്ടെ, ഏകോപനം ഉണ്ടാകട്ടെ. നെതന്യാഹു ട്രംപ് ടീമിനെ സാധിക്കാനാവാതെ വന്നത് ട്രംപ് ആൻഡ് ദ ന്യൂ പ്രൈം മിനിസ്റ്ററിനെ സാധിക്കട്ടെ. പാലസ്തീൻ വിഷയം പരിഹരിക്കപ്പെടട്ടെ, ട്രംപിൻ്റെ പീസ് പ്ലാൻ പരിഹരിക്കപ്പെടട്ടെ. ട്രംപിൻ്റെ വിടുവ അവസാനിപ്പിക്കാൻ നമുക്കാവില്ല. അത് വിടുവ വീണ്ടും എത്ര സമാധാന കരാർ ഉണ്ടായാലും, ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചാലും 2029 ജനുവരി മാസം വരെ ട്രംപ് അധികാരത്തിലുണ്ടാവും. ജീവനുണ്ടെങ്കിൽ ആ സമയം മുഴുവൻ വിടുവ സ്വതസിദ്ധമായ രീതിയിൽ അത് ജനിതക ഘടന അനുസരിച്ചുള്ള കാര്യമാണ്. അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് പരിഹാരമില്ല. പക്ഷേ ഈ പ്രഹേളികയ്ക്ക് ഒരു പരിഹാരമുണ്ടാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.